കഴിഞ്ഞ 2 തവണയും ഓരോ സീറ്റേ ഉള്ളൂ UDF. അതായത് 2015-ലും 16-ലും. ശരിയല്ലേ? ബാക്കി 8 സീറ്റും. ഇപ്പം അതുണ്ടാവില്ല. വ്യത്യാസം കുറയും. എത്ര കുറയുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കുറയും. മുമ്പോട്ട് പോയില്ല. അടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റു മണ്ഡലങ്ങളിലെല്ലാം? എല്ലാ മണ്ഡലങ്ങളിലും കടുത്ത മത്സരമായിരുന്നു. കടുത്ത മത്സരം തന്നെയായിരുന്നു. ഞാൻ പിന്നെ സ്വതന്ത്രനായതുകൊണ്ട് എൻ്റെ മത്സരം കുറച്ചുകൂടെ കടുക്കും. സ്വതന്ത്രനല്ലേ? എവിടെയായിരിക്കും കൂടുതൽ ലീഡ് ലഭിക്കുക? മുനിസിപ്പാലിറ്റിയിൽ 6000 ലീഡായിരുന്നു കഴിഞ്ഞുണ്ടായിരുന്നത്. അത് മറ്റേ LDF-ൻ്റെ ഇപ്പോൾ. അന്ന് UDF-നോട്ടപ്പുറത്ത് കിടക്കല്ലേ, അത് മൊത്തം ഇനി വരികയല്ലേ. പ്ലസ് നമുക്കായി വോട്ട് ചെയ്ത കുറേ പേര് കാണുമല്ലോ, അതും വരുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ മെജോറിറ്റി വരാനാണ് സാധ്യത. അങ്ങനെ എൻ്റെ വിശ്വാസം. അതൊന്നും പറയാൻ പറ്റില്ല. ഭൂരിപക്ഷം ഞാൻ ഇതുവരെ പറഞ്ഞു ജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഭൂരിപക്ഷം വേറൊരു കാര്യമാണ്. എല്ലായിടത്തും വേണ്ട റിപ്പോർട്ട് അതാണ്. അത് എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഞാൻ തിരുവനന്തപുരത്ത് എനിക്കൊരു അവാർഡുണ്ടായിരുന്നു, EVC എന്ന എഴുത്തുകാരൻ്റെ പേരിൽ. ആദ്യമായിട്ടൊരു അവാർഡാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചത്. അത് എനിക്ക് തന്നു. എനിക്കാണ് തന്നത്. രമേശ് ചെന്നിത്തലയായിരുന്നു തന്നത്. പിന്നെ CPI ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ താഴോട്ട് +1 നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇതുപോലെ ഇത്രയൊന്നുമില്ല, 3 ഇരട്ടി ടെലിവിഷൻകാരും താഴെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതൊരാളിങ്ങനെ അമ്പലപ്പുഴയിലെ എതിർ സ്ഥാനാർത്ഥി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വർഗീയവാദിയല്ല, വേറെന്തോ ഒരു മൃഗീയവാദിയാണ്, എന്ത് വേണോ എന്തോ പറഞ്ഞു. ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിച്ചതായിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ വിളിച്ചില്ലെങ്കിലും എന്നെ അങ്ങനെ വിളിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോരുകയും ചെയ്തു. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ മാധ്യമങ്ങളെല്ലാം കൂടെ ഇത് സംഭവിക്കുന്ന 1-ാം തീയതി അല്ലേ, 30-ാം തീയതി 1-ാം തീയതി അവധിയല്ലേ, 2-ാം തീയതി മാധ്യമങ്ങൾ, പ്രിൻ്റഡ് മാധ്യമങ്ങളെല്ലാം കൂടി ഇങ്ങനെ അമ്പലപ്പുഴയിൽ പൊരിയുദ്ധം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അത് കിട്ടും എന്താ കഥയിൽ വെച്ച് വാർത്ത കൊടുത്തു. ഇത്രയുള്ള സംഭവം. ഞാൻ ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥിയെയും ആക്ഷേപിച്ചിട്ടില്ല. മറ്റേ എതിർ സ്ഥാനാർത്ഥി ആളുകളുടെ പ്രൈവറ്റായ കാര്യങ്ങൾ പറയുക. 63 വർഷമായി എന്നെ പറ്റി പ്രൈവറ്റായിട്ട് പറയാനൊരു സംഭവം കൂടെ ഉണ്ടായിട്ടില്ല.